ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു തേങ്ങാച്ചോറുമായിട്ടാണ്. അത് നമ്മൾ തയ്യാറാക്കുന്നത് റേഷൻ കടയിലെ അരി കൊണ്ടാണ്. നമ്മൾ റേഷൻ മട്ട അരി കൊണ്ടാണ് നമ്മൾ ഇന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുക, അടിപൊളി ആയിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മക്കളെ. നിങ്ങളുടെ ഓരോ ലൈക്കിനും ഭയങ്കര വിലപ്പെട്ടതാണ്, മറക്കല്ലേ കൂട്ടുകാരെ. അപ്പൊ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ ഇതിന് നമുക്ക് ആദ്യം വേണ്ടെന്ന് പറഞ്ഞ അരിയാണ്. ഞാനിവിടെ മട്ട അരി, നമ്മളെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 2 കപ്പ്. ഇതിന് 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല വൃത്തിയാണോ ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ നമ്മൾ നല്ല മൊത്തത്തിൽ നല്ല രീതിയിൽ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്ത നമുക്കൊരു ജാർ എടുക്കാം. അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന പറയുന്നതാണ്ട് 1 കപ്പ് തേങ്ങയാണ്. നമ്മൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ കൂടി നിൽക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരമുറി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്, അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി അടുത്ത് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ കടായി എടുത്തിട്ടുണ്ട്. കടായിക്കകത്തോട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഒഴിച്ചു. ഇനി നമ്മൾ ആ ജാറിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി 1 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം 2 കപ്പ് അരിക്ക് ഞാൻ മൊത്തം 4 കപ്പ് എടുത്തിട്ടുണ്ട് വെള്ളം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കുക. ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ആദ്യം നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചു. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമുക്കൊന്ന് ഇളക്കും. നമുക്കൊന്നേ ഇന്നിപ്പോ ചെറിയൊരു നന പോലെ കാണിക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് അപ്പൊ വീണ്ടും നമ്മളൊരു 5 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് നല്ല ഡ്രൈ ആയി വെന്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരേതാ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക.